بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 987 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായമായ സൂറത്ത് ത്വാഹയുടെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് മറിയമിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതാണ്. ഒരു ദിവസം ചോദ്യങ്ങൾക്കുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് പോയി. തുടർന്ന് ചോദ്യങ്ങൾ ഇനിയും സംശയങ്ങളോ നിരീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്താം. ആർക്കെങ്കിലും സൂറത്ത് മറിയമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും വല്ലതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചാറ്റ് ബോക്സിൽ കുറിച്ചിട്ടാലും ഇൻഷാ അല്ലാഹ് നമുക്കതിന് സമയം കണ്ടെത്താം. ചോദ്യങ്ങൾ ഏറെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ഒരു ധാരണയിലാണ് സൂറത്ത് ത്വാഹ പഠനം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത്. സൂറത്ത് മറിയമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായിട്ട് 42 ചോദ്യങ്ങളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവ നമ്മൾ പരിഗണിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായമാണ്. ഈ സൂറത്തിന്റെ പേര് ത്വാഹ എന്നാണ്. അറബി ഭാഷയിലെ 2 അക്ഷരങ്ങളാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ ആയത്ത് തന്നെ. ആ 2 അക്ഷരങ്ങളാണ് ഈ സൂറത്തിന്റെ പേരായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ത എന്ന ശബ്ദവും ഹ എന്ന ശബ്ദവും. തോഹ.
പാരായണത്തില് മികവുറ്റ പാരായണ രീതിയൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ വളരെ ദീർഘമായി അതിനെ ഉച്ചരിച്ചുകൊണ്ട് വളരെ ആകർഷകമായിട്ട് പാരായണം ചെയ്യാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റു പല സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള മുഖത്താഴത്തുകളായ ആയത്തുകൾ പോലെ, മുഖത്താഴത്തായ അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകൾ പോലെ തന്നെയാണ് ഇവിടെ. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ ആയത്തുകൾ പഠന വിധേയമാക്കുന്ന ഘട്ടത്തിൽ പ്രവേശിക്കാം. പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇപ്പോ ഉദ്ദേശിക്കുന്നത്. 135 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം മറിയം സൂറത്ത് മറിയം അവതരിച്ച ആ ഘട്ടത്തിൽ അതിനെ തുടർന്ന് തന്നെ വലിയ ഡിലേ ഒന്നുമില്ലാതെ അവതരിച്ച സൂറത്താണ് സൂറത്ത് ത്വാഹ എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രതിപാദ്യ വിഷയങ്ങളിൽ വളരെയേറെ സമാനതകളും അവതരണ പശ്ചാത്തലത്തിന് സമാനതകളും ഒക്കെയുള്ള വിധത്തിലാണ് സൂറത്ത് ത്വാഹ അവതരിക്കുന്നത്. വളരെ സംഭവബഹുലമായൊരു ചരിത്രകാണ്ഡം സൂറത്ത് മറിയമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസികളുടെ എത്യോപ്യയിലേക്കുള്ള പലായനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നജാഷി രാജാവ് തന്റെ നാട്ടിൽ പലായനം ചെയ്തെത്തിയ ആദ്യകാല സത്യവിശ്വാസികളോട് സ്വീകരിച്ച നിലപാടുകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് മറിയമിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ ശ്രദ്ധേയമായ ഒരു ചരിത്ര സംഭവം സൂറത്ത് ത്വാഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉണ്ട്. നജാഷി രാജാവ് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുഹാജിറുകളായി തന്റെ അടുക്കലേക്ക് എത്തിയ 101 പേരുടെ ആ സംഘത്തെ അവരർഹിക്കുന്ന ഏറ്റവും വലിയ ആദരവും അംഗീകാരവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവരെ എത്യോപ്യയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയുണ്ടായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് സൂറത്ത് മറിയമിലെ മറിയം റളിയല്ലാഹു അൻഹ, ഈസ അലൈഹിസ്സലാം, ജക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് മറിയമിലുള്ള പരാമർശങ്ങൾ അത് വളരെ കൃത്യമാണ്, ചരിത്രപരമാണ്, വസ്തുതാപരമായതാണ് എന്ന ബോധ്യം അദ്ദേഹത്തിൽ ഉണ്ടായതാണ്. അത്രയും ദൃഢചിത്തതയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ആ സംഘത്തിന് എത്യോപ്യയിൽ കഴിഞ്ഞുകൂടാൻ അനുവാദം കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായി. നജാഷി രാജാവാണ് ഒരുപക്ഷെ ബാഹ്യ ലോകത്ത് നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ രംഗത്ത് വരുന്ന അഹ്ലുൽ കിതാബ് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധേയനായ ആദ്യത്തെ വ്യക്തി എന്ന് കാണാൻ കഴിയും. ഇതിനു മുമ്പ് ആരെങ്കിലും അഹ്ലുൽ കിതാബിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലപാടെടുത്തു എന്നത് അന്വേഷിച്ചാൽ ഒരുപക്ഷെ വറഖത്ത് ബിൻ നൗഫലിന്റെ പേരൊക്കെ ആയിരിക്കും നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരിക. അത് നുബുവത്തിന്റെ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ വറഖത്ത് ബിൻ നൗഫൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ ആശ്വസിപ്പിച്ചും സാന്ത്വനിപ്പിച്ചും ഒക്കെ അദ്ദേഹത്തിന് ധൈര്യം പകർന്നുകൊണ്ട് സംസാരിച്ചത് ചരിത്രത്തില് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോ സൂറത്ത് താഹ അവതരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ സൂറത്ത് മറിയമിന്റെ അവതരണത്തിനോടടുത്ത ഒരു ഘട്ടം, നുബുവത്തിന്റെ 5-ാം വർഷമോ അല്ലെങ്കിൽ ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷമോ ഒക്കെ ആയിരിക്കാം ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആദ്യ സംഘം മുഹാജിറുകൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് പോയതിനെ തുടർന്നാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ പ്രതിപാദ്യങ്ങളുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ധാരണയിലേക്ക് വരുന്നത്. അതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ചരിത്രത്തില് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യദീനിലേക്ക് കടന്നു വരുന്ന ആ സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് കാരണമായ ഒരു ഖുർആൻ ഭാഗമാണ് ഈ സൂറത്ത് ത്വാഹ. ഖുർആനിലെ സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് കേട്ടുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു സത്യദീനിലേക്ക് വരാനുള്ള പ്രേരണ അദ്ദേഹത്തിനുണ്ടാവുന്നു. അപ്പോ ഈ സൂറത്തിന്റെ അവതരണം തീർച്ചയായിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് മുമ്പാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വളരെ വേഗമായിട്ട് നമ്മൾ അതിന്റെ കാലം അടയാളപ്പെടുത്തുകയാണെങ്കിൽ അബിസീനിയയിലേക്കുള്ള പലായനം കഴിഞ്ഞതിനെ തുടർന്ന് മക്കയിലുള്ള പ്രത്യേകമായ ആ സാഹചര്യത്തില് പ്രതിസന്ധികളും ഭീഷണികളും ഒക്കെ ധാരാളമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ കാര്യങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആ ഘട്ടം, അതിനിടക്കാണ് ഈ 2 ഘട്ടങ്ങൾക്കിടയിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഒരു വിവരണം ചരിത്ര സ്രോതസ്സുകളിലും ഹദീസുകളിലും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ഒരു ദിവസം ഈ എത്യോപ്യയിലേക്കുള്ള ഹിജ്റ കഴിഞ്ഞതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഖുറൈശി പ്രമാണിമാരെയും പ്രമുഖരെയും ഒക്കെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ തീരുമാനിച്ചുറച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയുക മക്കയിൽ ഇപ്പോ ജനങ്ങൾക്കിടയിൽ വലിയ ചിത്രതയും അതുപോലെ ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതിന് കാരണമായ വ്യക്തിയാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിന്റെ കഥ കഴിച്ചു കളയാം എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് ഇറങ്ങി പുറപ്പെടുന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ നിന്ന് കണ്ട ഒരാള് ഉമർ റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തില് എല്ലാവർക്കും അറിയുന്ന പോലെ മക്കയിലെ മിക്കവാറും ആളുകൾക്കൊക്കെ തന്നെ ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ ആരും അങ്ങനെ തലപൊക്കുകയോ അല്ലെങ്കിൽ നാക്ക് നീട്ടുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. അദ്ദേഹം അത്രയും ജനങ്ങളുടെ മേൽ വലിയ നിയന്ത്രണമൊക്കെ സാധിച്ചിരുന്ന അതിശക്തനായ ഒരാളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്.
അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള വൈദഗ്ധ്യവും കഴിവും നേതൃപാഠവും ഒക്കെ കാരണമായിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തില് ആളുകൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടിയൊക്കെ മാത്രമേ സംസാരിക്കുക പോലും ചെയ്യുമായിരുന്നുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുന്നതിന് വേണ്ടി, കൊന്നുകളയുന്നതിന് വേണ്ടി വാളുമായി ഇറങ്ങി പുറപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ വഴിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തോട് പറയുന്നത്, ഉമർ, താങ്കള് മുഹമ്മദിനെ വകവരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ ആദ്യം താങ്കളുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം സ്വരങ്ങളെ അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്? താങ്കളുടെ വീട്ടിൽ, താങ്കളുടെ കുടുംബത്തിൽ തന്നെ തങ്ങളുടെ സഹോദരിയും ഭർത്താവും മുഹമ്മദിന്റെ ആളുകളായി മാറിയിട്ടുണ്ടല്ലോ, അവരെ നേരാക്കിയിട്ട് പോരെ മുഹമ്മദിനെ കഥ കഴിക്കാൻ വേണ്ടിയുള്ള ഈ ഇറങ്ങി പുറപ്പെടൽ എന്നാണ് അദ്ദേഹത്തോട് ഒരാള് സൂചിപ്പിക്കുകയുണ്ടായത്. അത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനും അത് വളരെ ശ്രദ്ധ പതിയേണ്ട ഒരു നിരീക്ഷണം തന്നെയാണ് എന്നാണ് ബോധ്യപ്പെട്ടത്. അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ട്. തന്റെ തന്നെ കുടുംബത്തില് സഹോദരിയും ഭർത്താവും ഒക്കെ മുഹമ്മദിന്റെ പാതയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാര്യം തീരുമാനമാക്കിയിട്ട് മതി ബാക്കി നടപടികളൊക്കെ എന്ന് ഉമർ റളിയല്ലാഹുവിന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം നേരെ അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതുപോലെ അവരുടെ ഭർത്താവ്, ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയാണ് ഈ ഫാത്തിമ. അവരുടെ ഭർത്താവ് രണ്ടുപേരും താമസിച്ചിരുന്ന സഈദ് റളിയല്ലാഹു അൻഹു എന്നോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ പറ്റിയിട്ടുള്ളത്. സഈദോ സഅദോ മറ്റോ ആണ്. അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കടന്നു ചെല്ലുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അദ്ദേഹം ഒരു പാരായണം കേട്ടുകൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു സൂറത്ത് ത്വാഹ രേഖപ്പെടുത്തിയിരുന്ന ഒരു ഏട് വെച്ചുകൊണ്ട് അത് അവരെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞതോടെ അവർ പെട്ടെന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി നിർത്തിവെച്ച് ഖബ്ബാബ് എവിടെയോ പോയി ഒളിച്ചു, വീട്ടിനകത്ത് എവിടെയോ ഒളിച്ചു. അതുപോലെ ഈ വായിച്ചുകൊണ്ടിരുന്ന ഏട് അത് അവർ ഒളിപ്പിച്ചു വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത് കാണിക്കാത്ത വിധത്തിൽ അവര് അദ്ദേഹം ഒന്നും അറിയാനിടയാവാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ കുറെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ അവര് പാരായണം ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്താണ്, അതെന്നെ കാണിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി വാക്കേറ്റമുണ്ടായി, തർക്കത്തിലേർപ്പെട്ടു. അവര് അതിന് സന്നദ്ധരാവാതിരുന്നപ്പോ അദ്ദേഹം സഹോദരി ഭർത്താവിന്റെ മേൽ ചാടി വീണ് അദ്ദേഹത്തെ മർദ്ദിക്കുകയും തല്ലുകയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടയാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ ഫാത്തിമക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് തല്ല് കിട്ടി. ഫാത്തിമ വീണു, തലക്ക് മുറിവ് പറ്റി, രക്തം ഒഴുകാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അത്രത്തോളം എത്തിയപ്പോ ഇവർ രണ്ടുപേരും, ഫാത്തിമയും ഭർത്താവും, ഒരേ സ്വരത്തില് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു. അതെ, നിങ്ങള് ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്, നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ, ഞങ്ങള് അതിനെ നേരിടാൻ ഒരുക്കമാണ് എന്ന നിലക്കാണ് അവർ പറയുന്നത്.
ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ അത് ഒളിപ്പിച്ചു വെക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശിരസിൽ നിന്ന് രക്തം അങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച കാണാനിടയായത് ഉമർ റളിയല്ലാഹു അൻഹുവില് ഒരു വലിയ കുറ്റബോധം ഉണ്ടാക്കി. അദ്ദേഹം അവരോട് സൗമ്യമായിട്ട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഏട് എന്നെ കാണിക്കണം. ഞാനത് ഭാഗികമായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് മുഴുവനായിട്ട് കാണണം, അത് വായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവര് അദ്ദേഹത്തെ കൊണ്ട് അത് കയ്യിൽ തന്നാൽ അത് കീറിക്കളയുകയില്ല എന്ന് ശപഥം ചെയ്യിച്ചതിന് ശേഷം പോയി കുളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തി വന്നാൽ അത് വായിക്കാൻ വേണ്ടി തരാം എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അവര് നിർദ്ദേശപ്രകാരം അദ്ദേഹം ദേഹശുദ്ധി വരുത്തി അവരുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് ആ ഏട് വാങ്ങി വായിച്ചു. അദ്ദേഹത്തിന് അത് വളരെ ആകർഷകമായിട്ടാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം, എത്ര സുന്ദരമാണ് ഈ വാചകങ്ങൾ, ഈ സൂറത്ത് താഹയിലെ വാചകങ്ങൾ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെയേറെ ആകർഷിച്ച വാചകങ്ങളായിരുന്നു സൂറത്ത് താഹയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ആ ദൈവിക വചനങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണം അദ്ദേഹം അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വലിയ കൗതുകവും അത്ഭുതവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കാര്യം കേട്ടപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പ്രചരിപ്പിക്കുന്നതിന്, അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ തങ്ങളെപ്പോലെ ഒരാള് രംഗത്ത് വന്നിരുന്നെങ്കിൽ എത്ര മഹത്തരമായ സേവനങ്ങൾ ആ മാർഗത്തിൽ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. അള്ളാഹു അങ്ങനെ താങ്കളെ കൊണ്ട് വലിയ മഹത്തരമായ സേവനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിന്റെ മാർഗത്തിൽ ചെയ്യിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുന്നത്, അബുൽ ഹക്കം ഇബ്നു ഹിഷാം അഥവാ ചരിത്രത്തിൽ അബൂജഹൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി, ഒന്നുകിൽ അബുൽ ഹക്കം ഇബ്നു ഹിഷാം എന്ന അബൂജഹൽ എന്ന വ്യക്തി, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇസ്ലാമിന്റെ സംരക്ഷകനാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നലെ പോലും അങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഉമർ, താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരിക, അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരിക എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായത്. ഖബ്ബാബിന്റെ വാക്കുകൾ ഈ സൂറത്ത് താഹ കേൾക്കാനിടയായതിന് അല്ല വായിക്കാനിടയായതിനൊക്കെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിലുള്ള വാക്കുകളായിട്ടാണ് അനുഭവപ്പെട്ടത്. അക്കാര്യം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പങ്കുവെക്കുകയും ഉടനെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ
രഹസ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ള ശത്രുത കാണിച്ചിരുന്ന ആളുകളിൽ നിന്നൊക്കെ വളരെ മാറി നിന്നുകൊണ്ട് ആളുകളെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് മക്കയിലുള്ള ഈ ദാറുൽ അർഖം. അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത് അതിനെ തുടർന്നാണ്. ഇതാണ് ഈ സൂറത്ത് ത്വാഹയെ ചരിത്രപരമായി വളരെ പ്രസക്തമാക്കുന്ന, സൂറത്ത് ത്വാഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ, പ്രേരണയായി മാറിയ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായമാണ് സൂറത്ത് ത്വാഹ. ഈ സൂറത്തിന്റെ പേര് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 2 അക്ഷരങ്ങളാണ്, അലിഫ് ലാം മീം. അതുപോലെ തൊട്ടു മുമ്പ് നമ്മൾ വായിച്ച സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലുള്ള കാഫ് ഹ യാ ഐൻ സ്വാദ് ഒക്കെ പോലെയുള്ള മുഖത്താഴത്തുകളാണ് ഈ ത്വാഹ എന്ന ഈ തുടക്ക ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതാണ് അതിന്റെ പേരായിട്ട് അംഗീകരിക്കപ്പെടുകയുണ്ടായത്. അപ്പൊ ഈ സൂറത്തിന്റെ പ്രതിപാദ്യം, ഇതിന്റെ ഉള്ളടക്കം, എന്തൊക്കെയാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് വളരെ എളുപ്പത്തിൽ അങ്ങ് ഒരു സംഗ്രഹം ഉണ്ടാക്കി പറയുക എളുപ്പമല്ല. മുഖ്യമായിട്ടും ഈ സൂറത്തിന്റെ പ്രതിപാദ്യം മൂസ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിവരണമാണ്. മൂസ അലൈഹിസ്ലാം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടുംബസമേതം മടങ്ങുന്ന വഴിയിൽ അള്ളാഹുവിന്റെ വെളിപ്പാടുണ്ടാകുന്നതും അള്ളാഹു അദ്ദേഹത്തെ ഒരു ദൗത്യം ചുമതലപ്പെടുത്തുന്നതും ഒക്കെയായ സംഭവങ്ങൾ, അതിനെ തുടർന്ന് അദ്ദേഹം ഈജിപ്തില് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ദൈവിക ദൗത്യം നിർവഹിക്കുന്ന ആ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് സഹായിയായിട്ട് കൂടെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ച കാര്യം, ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനെ ഈജിപ്തില് സ്വീകരിക്കുകയും പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിലകൊണ്ട ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ കേന്ദ്ര പരാമർശമായി വരുന്ന മുഖ്യ പ്രതിപാദ്യം. എന്നാൽ ഈ സൂറത്തിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അനുഭവിച്ചിരുന്ന പ്രത്യേകമായ ഭീഷണിയും പ്രതിസന്ധിയൊക്കെ നിറഞ്ഞ ആ സമയത്തെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന വിധത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിപത്തിൽപ്പെടുത്താനോ പ്രയാസങ്ങളിൽ അകപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല ഈ ദൈവിക വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരെയും നിർബന്ധിച്ച് ദൈവിക മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഈ വെളിപാടുകളുടെ ലക്ഷ്യമേ അല്ല. ദൈവിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ട മാർഗദർശനം പകർന്നു നൽകുക എന്നതാണ് ഈ കിതാബിന്റെ അവതരണത്തിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് തുടക്കത്തിൽ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആ ഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നതിനോട് സമാനമായ പ്രതിസന്ധികളും അതുപോലെ വെല്ലുവിളികളുമൊക്കെ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നതിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതിന്റെ ധാരാളം വിശദാംശങ്ങളോടുകൂടി തുടർന്ന് ഈ സൂറത്തിൽ ചെയ്യുന്നത്. ഒരു 5-6 സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ സൂറത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട്
പറയുന്നത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ജനങ്ങളോട് വിളംബരം ചെയ്ത് അവരെ അറിയിക്കാൻ വേണ്ടി ഒരു മലക്കിനെയോ ഒരു ദൈവിക പ്രതിനിധിയെയോ അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ടതല്ലാത്ത ഒരാളെ ഈ കാര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് അങ്ങനെ ഒരു മലക്കിനെയോ മറ്റോ ഇറക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മക്കയിലെ ആ ഘട്ടത്തിലെ മുശ്രിക്കുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുള്ള പ്രതികരണമായിട്ടുള്ള ഒരു നിരീക്ഷണം, അങ്ങനെ ഒരാളെ ദൂതനായിട്ട് നിയോഗിച്ചയക്കുമ്പോൾ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു മലക്കിനെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞ പരിപാടി അല്ലാഹുവിനില്ല. സ്വാഭാവികമായ നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു. അയാള് മുന്നോട്ട് വെക്കുന്ന ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമുള്ളവർ സത്യമാർഗം സ്വീകരിക്കുന്നു, താല്പര്യമില്ലാത്തവര് അത് തള്ളിക്കളയുന്നു. ഇതൊക്കെയാണ് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള സംവിധാനത്തിന്റെ പ്രത്യേകത. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും? ഇദ്ദേഹം പ്രവാചകനാണ് എന്ന കാര്യം ഞങ്ങളോട് ആരും ഒന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മലക്കോ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയ വല്ല ജിന്ന് പോലെയുള്ള പ്രതിഭാസങ്ങളോ ഒന്നും ഞങ്ങളോട് അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഇയാൾ പ്രവാചകനാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും എന്നതൊക്കെയാണ് മക്കക്കാര് തർക്കത്തിന്റെ രൂപത്തില് നടത്തിയിരുന്ന പ്രതികരണങ്ങൾ. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് തിരിച്ചറിയാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അത്രയും കാലം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ അവരുടെ മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിലയിരുത്താൻ സാധിക്കും. ഇപ്പോ അദ്ദേഹം സമാവിയായ തൻസീലാണ് എന്ന വിധത്തില് അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളായ ആയാത്തുകളുണ്ട്. അതൊരിക്കലും തന്നെ സ്വന്തം നിലയ്ക്ക് രചിച്ചുണ്ടാക്കി ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിയുന്നവനായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതും അവർക്കറിയാം. എന്ന് മാത്രവുമല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾക്കും തന്നെ രചിക്കാൻ സാധിക്കാത്ത അത്രയും വ്യതിരക്തതയും യുണീക്ക്നെസ്സും ഒക്കെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഉള്ള ശൈലിയിലാണ് ഈ ഖുർആന്റെ വചനങ്ങൾ. അപ്പോ അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെയോ മറ്റോ അയക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന തൗഹീദും റിസാലത്തും ആഖിറത്തും, മൂന്ന് അടിസ്ഥാന വിശ്വാസങ്ങൾ. അള്ളാഹുവിന്റെ ഏകത്വം മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന പ്രവാചകന്മാർ, അതുപോലെ മരണാനന്തരം മനുഷ്യന് നേരിടേണ്ടി വരുന്ന വിചാരണയൊക്കെ ഉണ്ടാവുന്ന ഒരു പുനരുത്ഥാന ജീവിതം, ആഖിറത്ത്. ഈ മൂന്ന് അടിസ്ഥാന ആശയങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പ്രവാചകന്മാരെ പോലെയൊക്കെ തന്നെ പഠിപ്പിക്കുകയാണ്. അതിൽ യാതൊരു പുതുമയുമില്ല. ഇതുവരെ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യം തന്നെയാണ്. അതില് വന്നു പോയിട്ടുണ്ടാവാനിടയുള്ള സകല കറപ്ഷനെയും ഒഴിച്ചു നിർത്തിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ മൂസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച കാര്യം അത് തന്നെയാണ്. അതൊന്നും ഒട്ടും വ്യത്യസ്തമായ കാര്യമല്ല ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്നതാണ് ഉയർത്തി കാണിക്കപ്പെടുന്ന മറ്റൊരു ആശയം. അതുപോലെ മൂസ അലൈഹിസ്സലാം തന്റെ ദൗത്യ നിർവഹണ കാലത്ത് നേരിട്ട പ്രതിസന്ധികൾ, ഒറ്റപ്പെടല്, അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രാതികൂല്യങ്ങളും വെല്ലുവിളികളും ഒക്കെ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് വളരെയേറെ സമാനതയുള്ളതാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മറ്റൊരു സുപ്രധാനമായ ആശയം.
മക്കയിലെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ പല നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും കൗതുകമൊന്നുമില്ല. നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ ഫറോവയും കൂട്ടരും നടത്തിയ ചരടുവലികള് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന തരം വെല്ലുവിളികൾ സമാനമായത് തന്നെയാണ് എന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഉയർത്തി കാണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. അപ്പോ പക്ഷെ അതുകൊണ്ട് അത്തരം ഭീഷണികൾ കൊണ്ടൊന്നും ഫറോവക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല. ഫറോവ ഹാജരാക്കിയ മജീഷ്യൻസിന്റെ സാഹിറുകളുടെ പോലും തീരുമാനം അവർക്ക് സത്യം ബോധ്യപ്പെട്ടപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുക എന്നതായിരുന്നു. ഫറോവയാണ് ഒടുക്കത്തില് ഈ ഇടപഴകലിൽ പരാജിതരാകേണ്ടി വരുന്നത് എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ സമൂഹം അവരുടെ വ്യതിചലനത്തിന്റെ കാലത്ത് ദേവതകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവരായി മാറിയ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മക്കയിലെ ഖുറൈശി സമൂഹവും അവരോട് ചേർന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതര ഗോത്രങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ പ്രപിതാവായിരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും പാത വിട്ട് ബനു ഇസ്രായേൽ സമൂഹം ഏതൊക്കെ വിധത്തില് വിഗ്രഹാരാധകരും ദേവീദേവന്മാരെ ആരാധിക്കുന്നവരുമൊക്കെയായി മാറിയിട്ടുണ്ടായിരുന്നോ അതേ രീതിയിൽ മക്കയിലെ ഈ കൂട്ടരും വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. വളരെ വളരെ പൗരാണികമായ കാലത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയില് തന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം ചേർന്നുകൊണ്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ടായത്. അക്കാര്യമൊക്കെ അവരുടെ പിന്മുറക്കാരായ ഇന്നത്തെ മക്കയിലെ ആളുകൾ മറന്നുപോയിരിക്കുകയാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിന് ഏതൊക്കെ വിധത്തിലുള്ള വ്യതിചലനമാണോ ഉണ്ടായത്, സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വിധത്തിലുള്ള വ്യതിചലനം മക്കയിലെ ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളും മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുഭവങ്ങളും തമ്മിൽ വളരെയേറെ സമാനതകളുണ്ട്. എന്നാൽ കേട്ട് മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും വിജയവും ഒക്കെ അത് മുഖേനയാണ് അവർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു ആശയം. തുടർന്ന് ആദം അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര സംഭവം പരാമർശിക്കുന്നുണ്ട്. പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജന്നത്തിൽ പാർപ്പിച്ച ഘട്ടത്തില് സത്യമാർഗത്തിൽ നിന്ന് ഇടറി തെന്നിപ്പോയ ഒരു കാര്യവും സമാനമായ രീതിയിൽ പിശാചിന്റെ വലയിലകപ്പെട്ട് മനുഷ്യ സമൂഹത്തിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികൾ പിശാചിന്റെ ചതിയിൽ അകപ്പെട്ടു പോകുന്നതിനെയും പരാമർശിക്കുകയാണ്. സൂറത്തിന്റെ അവസാനത്തില് അതിന്റെ തുടക്കത്തിൽ എന്ന പോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുപോലെ സത്യവിശ്വാസികൾക്ക് പൊതുവായിട്ട് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള, അവരെ വല്ലാതെ സ്പർശിക്കുന്ന വിധത്തിലുള്ള ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നൽകപ്പെടുന്നത്. നിങ്ങളൊരു കാരണവശാലും സ്ഥൈര്യം ചോർന്നവരാവരുത്, അക്ഷമ കാണിക്കുന്നവരാവരുത്. ധിക്കാരികളായ ഈ നിഷേധികളുടെ പേരിൽ
അവർക്കെതിരിൽ ഉടനെ നടപടിയെടുക്കാത്തത് നിങ്ങളെ നിരാശപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണത്. യഥാർത്ഥത്തില് ആളുകൾക്ക് അവരുടെ മുന്നില് പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ, സത്യസന്ദേശം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരിൽ ഉടനെ നടപടിയെടുക്കുക എന്നതല്ല അള്ളാഹുവിന്റെ രീതി. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയം അവർക്ക് അനുവദിക്കുക എന്നതാണ്. ചിലപ്പോഴൊക്കെ സമയം ദീർഘിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ഔദാര്യവും അവരുടെ കാര്യത്തിൽ അള്ളാഹു ചെയ്യാറുണ്ട്. അത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും അസ്വസ്ഥരാക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണ് മനുഷ്യ സമൂഹത്തിന് സത്യമാർഗം ഉൾക്കൊള്ളാൻ അവസരം നീട്ടിക്കൊടുക്കുക എന്നത്. അതുകൊണ്ട് ഈ സത്യവിശ്വാസികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ഈ ശത്രുക്കൾക്കെതിരിൽ ഉടനടി നടപടി ഉണ്ടായി കാണാത്തതിന്റെ പേരിൽ അവരാരും വിഷമിക്കേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ നിശ്ചയവും തീരുമാനവും ഒക്കെ അവർക്ക് സമയം അനുവദിച്ച് നൽകാനാണ് എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമസ്കാരം, ക്ഷമ, സഹനം, അതുപോലെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിലുള്ള സംതൃപ്തി ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നേറുവാനാണ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ നൽകപ്പെടുന്ന നിർദ്ദേശം. ഏകദേശം ഈ സൂറത്തിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്നതാണ് സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തുടർന്നുള്ള സെഷനുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.